ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ഗവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മുടെ വാഹനം പ്രയാണ വരികയാണ്. ആ കൂടെ ഓടുന്നത് ക്രിസ്റ്റോ. അവൻ വേണമെങ്കിൽ നമ്മുടെ വാഹനത്തെ ഓടിത്തോപ്പിച്ചാലോ എന്നൊരു ആശയത്തിലാണെന്ന് തോന്നുന്നു. പിന്നെ പട്ടിയെ പേടിച്ചാണ് ഓടിയത്, അല്ലാതെ വേറൊന്നുമല്ല. ആരും അങ്ങനെ അതിനെ മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി, അത് അതിൻ്റെ വഴിക്ക് പോക്കോളും. അയ്യോ, ഞാൻ മാറിത്തരാം. അത് ആ ചിത്രശലഭങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ എടുക്കാം. നമ്മുടെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ചിത്രശലഭങ്ങളെ എത്രത്തോളം കാണുന്നു എന്നറിയാൻ വയ്യ. ചിത്രശലഭങ്ങൾ അവ ഈ നനഞ്ഞ ചെളിയിൽ മണ്ണിൽ വന്നിരുന്നിട്ട് മിനറൽസ്, അതിൻ്റെ ശരീരത്തിന് ആവശ്യമുള്ള മിനറൽസ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് വന്ന് ഇരിക്കുന്നത്. അപ്പോൾ പലരും വിചാരിക്കും ഇത് പൂക്കളിൽ മാത്രമേ ഇരിക്കുകയുള്ളൂ എന്ന്. പക്ഷേ അങ്ങനെയല്ല. എത്രത്തോളം കിട്ടുമെന്നറിയാൻ വയ്യ. ഇവിടെ മൊത്തം ചിത്രശലഭങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് പട്ടികൾ ഇവിടെ ഉണ്ട്. അതിനെക്കൊണ്ട് ശല്യമൊന്നുമില്ല. അവിടെ കുടിൽ ഡാം പടിക്കൊക്കെ വന്നവരായിരിക്കും അവർ താമസിക്കുന്നത്. അവർ വളർത്തുന്നതായിരിക്കാം. അപ്പോൾ നമ്മുടെ ക്ലോസപ്പ് കണ്ടില്ല എന്ന് വേണ്ട. അതാണ്, നല്ല ഭംഗിയുള്ള ചിത്രശലഭങ്ങളാണ്. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ഗവി എന്ന ശുദ്ധജല തടാകത്തിൽ എത്തിയിരിക്കുകയാണ്. ക്യാച്ച്മെൻറ്റ് ഏരിയയിൽ ഇവിടെ ഒരു ഡാമുണ്ട്. അതിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. ശുദ്ധമായ ജലം, ശുദ്ധമായ വായു, ശുദ്ധമായ പ്രകൃതി, കുളിർമ നിറഞ്ഞ അന്തരീക്ഷം. അങ്ങനെ ഞങ്ങൾ പുറത്ത് നിന്ന് കവല സീനിയേഴ്സ് ഇവിടെ വന്നെത്തിയിരിക്കുകയാണ്. എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. അതാ, ഓക്കേ, താങ്ക് യു. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അങ്ങനെ ഗവിയിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഇവിടെ ഇറങ്ങി നിൽക്കുകയാണ്. വളരെ സുന്ദരമായ അന്തരീക്ഷം ആസ്വദിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. അതാ, ഗവിയിൽ എത്തിപ്പെട്ടു ഡ്രൈവർ ചേട്ടൻ. സാറ് ഓക്കെ, ബൈ. എല്ലാവരും ഐശ്വര്യമായിട്ട് സെൽഫിയൊക്കെ എടുത്ത് നിൽക്കുകയാണ്. ഫോട്ടോ എടുക്കുന്നു, സെൽഫി എടുക്കുന്നു, സ്ഥലം ആസ്വദിക്കുന്നു. മലനിര എഗൻസ്റ്റ് ലൈറ്റാണ്, ചിലപ്പോൾ കറക്റ്റിന് കിട്ടൂല. അങ്ങനൊരു പ്രശ്നമുണ്ട്. ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഗവി ഡാമിനടുത്തുള്ള ഓരോ വ്യൂ പോയിന്റിൽ നിൽക്കുകയാണ്. അത്യുഗ്രൻ വ്യൂ പോയിൻ്റാണ്. നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്, ഇറങ്ങി നിൽക്കുകയാണ്. മനം മയക്കുന്ന കാഴ്ച കണ്ട് മനം മയങ്ങി നിൽക്കുകയാണ്. നമ്മുടെ കൊച്ചു കൂട്ടുകാരൻ ക്രിസ്റ്റോ അങ്ങ് മലയുടെ മുകളിലേക്ക് പോയി. മക്കളെ വാടാ, വരുന്ന ആർമാദിച്ച് വരുന്നുണ്ട്. ഓടി വാ. എങ്ങനെയുണ്ടാ മല നിന്റെ അഭിപ്രായത്തിൽ? അതിഗംഭീരം. ഇങ്ങോട്ട് നോക്കി ചിരിച്ചോണ്ട് പറ. എന്നാ നേരെ നിനക്ക് ആവശ്യമുള്ളതൊക്കെ നീ കണ്ടോ. അപ്പോൾ നമ്മുടെ വാൻ അവിടെ നിൽക്കുകയാണ്. എല്ലാവരും ഇറങ്ങി. ഇനി ആങ്ങമൂഴി വഴി ആണ് വന്നത്. ഇനി പോകുന്നത് വണ്ടിപ്പെരിയാറ് വഴി ആണ് തിരിച്ചു പോകാൻ പോകുന്നത്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഇവിടെ ഉണ്ട്. സിജോ ഉണ്ട്, നമ്മളെ കോർഡിനേറ്റർ സനീഷ്
ഉണ്ട്. സുനീഷ് എന്നറിയപ്പെടുന്ന അടിപൊളി ടൂറായിരുന്നു. അതിന് പ്രത്യേകം നന്ദി. പിന്നെ അതുപോലെ നമ്മുടെ സീനിയർ മെമ്പർ തങ്കച്ചൻ ചേട്ടനുണ്ട്. പിന്നെ ഷേബി എപ്പോൾ ഉണ്ടെന്ന് ചോദിച്ചാൽ മതി. ബിജു ഒന്ന് തന്നെ. കണ്ണൻ ചേട്ടനല്ല, ചെറുപ്പക്കാരൻ. അത് സാബു ചേട്ടൻ, എക്സ് മിലിറ്ററി. അതിൻ്റേതായ ഗൗരവത്തോടു കൂടി പക്ഷേ നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ബെന്നിച്ചേട്ടൻ, പൗലോസ് ചേട്ടൻ, നമ്മളെ തിനോ. അത് സൂപ്പറായിരിക്കും. അവിടുന്ന് തന്നെ ഇത്രയും ഭംഗിയല്ലേ. കാണും, ആന കാണും. എന്തോ ഒരു സാധനം ഉണ്ട് അവിടെ നിൽക്കുന്നു. മുന്നേറുന്നുണ്ട്. അത്രയും ദൂരമുള്ള ഇത് കിട്ടത്തില്ല. വേവിച്ചേട്ടന് കൈ ഒരേ ഇരിപ്പിരുന്നതുകൊണ്ട് കൈയിന് എന്തോ ഒരു ഉടക്ക് ബാധിച്ചിരിക്കുകയാണ്. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. വേവിച്ചേട്ടൻ അങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുത്തി സുഹൃത്തുക്കളെ. നമ്മുടെ ടീം അംഗങ്ങൾ. അപ്പോൾ വാൻ അവിടെ കിടക്കുന്നു. നമ്മളെ കൊച്ചു കൂട്ടുകാരൻ എവിടെയോ എത്തി നിൽക്കുന്നു. ചെറുപ്പക്കാരായ 2 കൂട്ടുകാർ അങ്ങ് ദൂരെ ഇരുന്ന് ഫോട്ടോ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ജിഷ്ണുവും ബെസ്റ്റിനും. ആത്മഹത്യ ഇവിടെ ചെയ്യാൻ പറ്റുമെന്ന് സംശയമാണ്. പറ്റും, വേണമെങ്കിൽ ചെയ്യാം. ഓടിയെങ്കിൽ എന്നാ മതി. അതൊരു ആത്മഹത്യയായി മാറും. അപ്പോൾ നമ്മൾ ഏറ്റവും സീനിയർ മെമ്പർ ഫേസ് പോസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇത് നിർത്തുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ ശ്രീകുമാർ എസ് കുറുപ്പ്. നന്ദി, നമസ്കാരം, ബായ്. ബാക്കി എല്ലാവരും കാരണവന്മാരായതുകൊണ്ട് അവരുടെ പേര് പ്രത്യേകം എടുത്തു പറയുന്നു. ബെസ്റ്റിനും ജിഷ്ണുവിനും നന്ദി. എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നന്ദി. ഇതിൻ്റെ സംഘാടകനും ഓർഗനൈസറും എല്ലാമായ നമ്മുടെ റൂട്ട് മാഷ് ഉൾപ്പെടെ ആയ സിജോയ്ക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മറ്റുള്ളവരുടെയും അഭിപ്രായങ്ങൾക്ക് പറയാവുന്നതാണ്. ഡ്രൈവറുടെ കാര്യം പറഞ്ഞു, കൊള്ളാം. അതല്ലേ നമ്മൾ ആദ്യം പറയേണ്ടത്. സാരഥി അവരുടെ കയ്യിലാണ് നമ്മുടെ ജീവൻ. സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവൻ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിച്ചു. വളരെ സമാധാനമായിട്ട് ബാക്കിൽ വന്ന് അവൻ ഓണടിക്കണമെങ്കിൽ അവൻ അടിക്കട്ടെ എന്നുള്ള രീതിയിൽ തന്നെ. അങ്ങനെ തന്നെയാണ് വേണ്ടത്. കാരണം ഓണടിക്കുന്നത് അവരയിലെ തെറ്റാണ്. ഗവിയിൽ അത് ഞാൻ പറയുന്നില്ല. ഗവി കുഴപ്പമൊന്നുമില്ല. പിന്നെ ആ യാത്ര പോയ വഴി മറ്റേ വഴിയാണല്ലോ പോയത്, വണ്ടിപ്പെരിയാറ് വഴിയല്ല. അപ്പോൾ അത് ഒത്തിരി സമയം അധികം എടുത്തു എന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ സാധാരണ ഒരു ടൂറിൽ സംഭവിക്കാവുന്ന കാര്യമാണ്. അങ്ങനെ നമ്മൾ ഏത് കാര്യത്തിലും എല്ലാവരും സഹകരിക്കുമല്ലോ. ഇങ്ങനെ ഒരു പരാതിയുള്ള ടീമല്ലല്ലോ. അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി മറ്റുള്ളവർ പറയട്ടെ. ബൈ. അല്ല, ആരെങ്കിലും ഒന്നുകൂടെ പറഞ്ഞിട്ട് ഓക്കെ. ഡിയർ ഫ്രണ്ട്സ്, നമ്മള് എല്ലാവരും ഈ ടൂറ് ഇത്രയും വളരെ വിജയകരമാക്കി തന്ന തമ്പുരാനോട് ആദ്യമേ നമുക്കൊരു നന്ദി പറയാം. ഞാൻ ആദ്യം കയറിയപ്പോൾ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത 2 പിള്ളേരുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും വളരെ എൻജോയ് ആയിട്ട് ഈ ടൂർ നമ്മൾ അടിച്ചു പൊളിച്ചു. ഇനിയും വരുന്ന വർഷങ്ങളിലും നമ്മൾ ഈ ടൂർ നല്ല ഗംഭീരമാക്കുവാൻ നല്ല സഹകരണത്തോട് ബന്ധപ്പെട്ട് എല്ലാവരും സാധിക്കട്ടെ എന്നും ഈ ടൂറിൽ എല്ലാം ഞാൻ സിരോയോടും സനീഷിനോടും ഡ്രൈവർ ഇതിനോടെ കാര്യം പറയേണ്ട കാര്യമില്ല. അതൊക്കെ തമ്പുരാൻ ഓരോ കാര്യം നമുക്ക് ഓരോ ഡ്രൈവർമാരൊക്കെ തരുന്നതാണ്. അതൊക്കെ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ കവല സീനിയേഴ്സ് ടൂർ ആരംഭിച്ചിട്ട് വർഷങ്ങളായി. അപ്പോൾ ഇപ്രാവശ്യം ചില സാങ്കേതിക കാരണങ്ങളാൽ ഒരു 5-6 പേർക്ക് ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. അപ്പം അതുകൊണ്ട് കുറച്ച് പുതിയ അതിഥികൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്നു. എല്ലാവരും വളരെയധികം സഹകരിച്ച് നമ്മളെ ടൂറ് വളരെ വിജയകരമാക്കി തീർത്തു. പിന്നെ എന്താണ് പറഞ്ഞത്, ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ ചങ്കായി നിന്ന സുനീഷ്. കാരണം ഇപ്പോൾ ഈ ടൂർ പ്രാവശ്യം നമ്മൾ പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയത്തിലായിരുന്നു.
അപ്പോൾ സുനീഷ് എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്ന് എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്തു. പിന്നെ ബാക്കി കൂടെയുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയത്. പിന്നെ ടിനോ, നമ്മുടെ എല്ലാ ടൂറിനും നമ്മുടെ കൂടെ ഡ്രൈവറായിട്ട് ടിനോയാണ് വരുന്നത്. അവന് പ്രത്യേക ഈ അവസരത്തിൽ അവനോടുള്ള നന്ദി അറിയിക്കുകയാണ്. കാരണം ഏത് സാഹചര്യത്തിലും നമ്മളെ ഇന്ന് ഗവിയിൽ പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഡൗട്ടായിരുന്നു. അവൻ്റെ നല്ലൊരു പ്രയത്നത്തിലാണ് നമ്മൾ ആ ഒരു ദൗത്യം നമുക്ക് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചത്. എന്താണേലും ഈശ്വരനോടും എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഓക്കെ.